ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, എനിക്ക് ഇഷ്ടപ്പെട്ട ഇടയന്മാരെ ഞാൻ നിങ്ങൾക്ക് നൽകും. അവർ ജ്ഞാനത്തോടും വിവേകത്തോടും കൂടെ നിങ്ങളെ പരിപാലിക്കും. ഐസിയ പ്രവാചകന്റെ പ്രവചനങ്ങളില് 3-ാം അധ്യായത്തിൽ 15-ാം വാക്യത്തില് നാം വായിക്കുന്നതാണ്. ഇടയ സങ്കല്പത്തിന്റെ സമ്പന്നത അതിൻ്റെ ഏറ്റവും ശ്രേഷ്ഠഭാവത്തില് പ്രകടമാക്കുന്ന നല്ല ഇടയനാണ് നമ്മുടെ പ്രിയപ്പെട്ട വർഗീസ് ചക്കാലയ്ക്ക് പിതാവ്. മാളയുടെ മാണിക്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊട്ടും അതിശയോക്തിയില്ല. മാളയുടെ മാണിക്യം കണ്ണൂരിന്റെ മുത്തായിട്ട് കോഴിക്കോടിന്റെ രത്നമായിട്ട് ഇപ്പോ ശോഭിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ പ്രിയപ്പെട്ട ചക്കാലയ്ക്ക് പിതാവിന് സ്വന്തം ഇടവകയുടെയും നാടിന്റെയും ഈ പ്രദേശത്തിന്റെയും പേരിൽ മേൽപ്പെട്ട ശുശ്രൂഷയുടെ രജത ജൂബിലിയുടെ ഹൃദ്യമായിട്ടുള്ള പ്രാർത്ഥനാ മംഗളങ്ങള് ഞങ്ങൾ എല്ലാവരും ഒന്ന് ചേർന്ന് ആശംസിക്കുന്നു. ആയിരത്തി 1999 ഏപ്രിൽ 7 കണ്ണൂർ രൂപതയുടെ ഇടയനായിട്ട് 13 വർഷത്തെ വളരെ ത്യാഗോജലമായിട്ടുള്ള മേൽപ്പെട്ട ശുശ്രൂഷ നിർവഹിച്ചിട്ടാണ് 2012 കോഴിക്കോട് പുരാതനമായിട്ടുള്ള രൂപതയുടെ അധ്യക്ഷനായിട്ട് നിയമിതനായി 12 വർഷങ്ങള് പിന്നിട്ട് മേൽപ്പെട്ട ശുശ്രൂഷയുടെ രജത ജൂബിലിയുടെ നിറവിലായിരിക്കുമ്പോൾ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ആവർത്തിച്ചു പറയുന്ന പോലെ ഇടയൻ ആടുകളുടെ ഗന്ധം അറിയുന്നവനായിരിക്കണം. അത് അക്ഷരാർത്ഥത്തില് യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുന്ന നല്ല ഇടയനാണ്. എനിക്ക് ചക്കാലയ്ക്ക് പിതാവിന് പരിചയം ഞാൻ 1986 റോമില് പഠിക്കാൻ പോകുന്ന സമയത്താണ്. അവിടെ ഞങ്ങളുടെ ജ്യേഷ്ഠ സഹോദരനായിട്ട് മറ്റൊരു കോളേജില് പഠനം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെയൊക്കെ ഭാരത കത്തോലിക്ക അസോസിയേഷന്റെ പ്രസിഡന്റായിട്ട് അന്ന് റോമില് നല്ല നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ഒരു ജ്യേഷ്ഠ സഹോദരൻ എന്ന നിലയിൽ എല്ലാ കാര്യങ്ങളിലും നല്ല പ്രചോദനവും പ്രോത്സാഹനവും നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു മേൽപ്പെട്ട ശുശ്രൂഷകനാണ് അഭിവന്യ ചക്കാലയ്ക്ക് പിതാവ്. ലഭിച്ചതെല്ലാം ദൈവകൃപയാലാണെന്നുള്ള നല്ല ഉറച്ച ബോധ്യം. ഈ നിധി താൻ മൺകുടത്തിലാണ് സൂക്ഷിക്കുന്നതെന്നുള്ള നല്ല ഉൾക്കാഴ്ച. അതുകൊണ്ട് തന്നെ ദൈവത്തിൽ ആശ്രയിച്ച് തന്റെ ആപ്തവാക്യം ഓർമ്മിപ്പിക്കുന്നു പോലെ ദൈവഹിതത്തിനോട് പൂർണ്ണമായിട്ട് കീഴ്വഴങ്ങുന്ന ജീവിതശൈലി. ചക്കാലയ്ക്ക് പിതാവിന്റെ ആത്മീയ ശുശ്രൂഷയെക്കുറിച്ച് വിശേഷിപ്പിക്കുമ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ കഴിഞ്ഞ മിഷൻ സൺഡേക്ക് നൽകിയ സന്ദേശത്തിൽ പറയുന്ന പോലെ ഹൃദയത്തില് അല്ലെങ്കിൽ കരളില് നല്ല കനല്, കണ്ണില് നല്ല കനിവ്, പാദങ്ങളില് നല്ല ചിറക്, നാവില് നല്ല ദൈവീകമായ സത്യം.
കരങ്ങള് മറ്റുള്ളവരിലേക്ക് നീളുന്ന വിശാലത, ഇത് വളരെ അർത്ഥവത്താണ്. ഇന്ന് ലത്തീൻ കത്തോലിക്ക, കേരളത്തിലെ ലത്തീൻ കത്തോലിക്ക മെത്രാൻ സമിതിയുടെ അധ്യക്ഷനാണ് അഭിവന്യ ചക്കാലയ്ക്കൽ പിതാവ്. CBCIയുടെ ഭാരതത്തിലെ മെത്രാൻ സമിതിയുടെ സെക്രട്ടറി ജനറലായിട്ട് ശുശ്രൂഷ ചെയ്ത വ്യക്തിയാണ്. ഇതുപോലെ തന്നെ KCBCയുടെ വൈസ് പ്രസിഡന്റായിട്ട് പ്രവർത്തിച്ച വ്യക്തിത്വമാണ്. അതോടൊപ്പം തന്നെ വിവിധങ്ങളായിട്ടുള്ള കമ്മീഷനിൽ, അത് CBCIയുടെ ആവാം, ലത്തീൻ കത്തോലിക്ക സമിതിയുടെ CCBയുടെ ആകാം, കേരളത്തിലെ മെത്രാൻ സമിതിയുടെ ആകാം, KCBCയുടെയൊക്കെ വിവിധങ്ങളായിട്ടുള്ള കമ്മീഷനുകളുടെ, അത് ദൈവവിളി കമ്മീഷൻ, സെമിനാരി കമ്മീഷൻ തുടങ്ങി വിവിധങ്ങളായിട്ടുള്ള കമ്മീഷനുകളുടെ അധ്യക്ഷനായിട്ട് അദ്ദേഹം ഏറെ ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തയോടുകൂടെ നിർവഹിക്കുന്ന ഒരു വ്യക്തിത്വം. ഈ ചക്കാലയ്ക്കൽ പിതാവിന്റെ തറവാട്ടില്, ഈ തറവാട്ട് മുറ്റത്ത്, ഈ സ്വന്തം ഇടവകയിൽ ആയിരിക്കുമ്പോൾ അദ്ദേഹം തന്നെ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. തന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സർവകലാശാല എന്ന് പറയുന്നത് തന്റെ കുടുംബമാണ്. ആ കുടുംബത്തിൽ നിന്ന് കിട്ടിയ നല്ല സവിശേഷതകള്, ആ തറവാട്ടിൽ നിന്ന്, പുരാതനമായിട്ടുള്ള ചക്കാലിക്ക തറവാട്ടിൽ നിന്ന് കിട്ടിയിട്ടുള്ള നല്ല സവിശേഷതകള്, അത് ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും വളരെ ഏറെ പ്രകടമാക്കിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. മാളയിൽ വരുമ്പോൾ മാത്രമല്ല, പിതാവ് എവിടെ വന്നാലും അവിടെ ഒരു ആഘോഷമാണ്. മാളയിൽ വന്നാല് മാളക്കാർക്ക് വലിയ സന്തോഷമാണ്. ഇന്നൊന്ന് നോക്കി, ഇത്ര നല്ല ചൂടുള്ള കാലാവസ്ഥയില് പിതാവ് മാളയിൽ വന്നപ്പോ നല്ല കുളിർമ നൽകുന്ന നല്ല മഴ, അത് യഥാർത്ഥത്തില് ദൈവാനുഗ്രഹത്തിന്റെ വലിയൊരു അടയാളമാണ്. കാര്യം പിതാവ് അല്പം നനഞ്ഞെങ്കിലും ബാക്കിയുള്ളവർക്കൊക്കെ നല്ല കുളിർമ നൽകാനായിട്ട് ഇടയായി എന്നുള്ളതാണ്. ഇത് തന്നെയാണ് പിതാവിന്റെ സവിശേഷത. ആത്മീയ വേദിയിലായാലും, സാമൂഹിക സാംസ്കാരിക വേദിയിലായാലും, അജപാലന ശുശ്രൂഷയിലായാലും മറ്റുള്ളവർക്ക് കുളിർമയും സന്തോഷവും നൽകുക എന്നുള്ളത് പിതാവിന്റെ സ്വതസിദ്ധമായിട്ടുള്ള ശൈലിയാണ്. യഥാർത്ഥത്തിൽ 43 പൗരോഹിത്യം സ്വീകരിച്ചിട്ട് 43 വർഷമായിട്ടുള്ളൂ. ഈ 43-ാം വർഷത്തില് മേൽപ്പെട്ട ശുശ്രൂഷയുടെ രജത ജൂബിലി ആഘോഷിക്കാൻ അവസരം കിട്ടുക എന്നുള്ളത് അത് ദൈവത്തിന്റെ വലിയൊരു കൃപയാണ്. ഇത്രയും ചെറുപ്പത്തില് മേൽപ്പെട്ട ശുശ്രൂഷയിലേക്ക് കടന്നു വരാനും 43-ാം വർഷത്തില് പൗരോഹിത്യത്തിന്റെ 43-ാം വർഷത്തില് മേൽപ്പെട്ട ശുശ്രൂഷയുടെ രജത ജൂബിലിയിലേക്ക് കടന്നു വരാനായിട്ട് കഴിയൂ എന്നുള്ളത് അത് ദൈവകൃപയുടെ, ദൈവാനുഗ്രഹത്തിന്റെ ഒരു വലിയ അവസരമാണ്, വലിയ പ്രകാശനമാണ്. ചക്കാലയ്ക്കൽ പിതാവിനെ കുറിച്ച് പറയുമ്പോഴാണ് നല്ല മികച്ച വചന പ്രഘോഷകൻ. ഞാൻ ഇരിങ്ങാലക്കുട രൂപതയില് 2ാമത്തെ പ്രാവശ്യമാണ് അച്ഛന്മാരുടെ വാർഷിക ധ്യാനത്തിന് വിളിച്ചത്. അഭിനയ ജെയിംസ് പിതാവ് ഉള്ളപ്പോൾ ഒരിക്കൽ വാർഷിക ധ്യാനം മനോഹരമായിട്ട് നടത്തി. ഞാൻ ഈ കഴിഞ്ഞ വർഷം പിതാവിനോട് പറഞ്ഞു വാർഷിക ധ്യാനം. പിതാവ് പറഞ്ഞു, ഞാൻ ഒരിക്കൽ നടത്തിയതല്ലേ, നവനവങ്ങളായിട്ടുള്ള ചൈതന്യത്തോടുകൂടെ വചനപ്രഘോഷണം നടത്താനുള്ള സ്വതസിദ്ധമായിട്ടുള്ള ആത്മീയ ശൈലി പിതാവിനുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു ഭാവം. അജപാലന ശുശ്രൂഷയില് അതീവ തൽപരൻ. 24/7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു അതിശയോക്തിയില്ല. അത് കേരളത്തിൽ മാത്രമല്ല, തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങള് ഏതൊക്കെ തലങ്ങളിൽ പ്രവർത്തിക്കാൻ കഴിയുമോ അവിടെയൊക്കെ അതിന്റെ തന്മയത്വത്തോടുകൂടെ പ്രവർത്തിക്കുന്ന വ്യക്തി. പ്രസിദ്ധ ദൈവശാസ്ത്രജ്ഞൻ, മികച്ച വാഗ്മി,
ഞാൻ പലപ്പോഴും ഏതെങ്കിലും കാര്യത്തിനൊക്കെ അന്വേഷിക്കുമ്പോൾ ഒന്നുകിൽ ചിക്കാഗോയിൽ വാർഷിക ധ്യാനം നടത്താൻ പോയിരിക്കുന്നു, അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ. ഇങ്ങനെ അന്താരാഷ്ട്ര തലങ്ങളിൽ വചനപ്രഘോഷണം നടത്തുന്ന മികച്ച ഒരു വാഗ്മിയ, സഭാ നിയമ വിദഗ്ധൻ, ദൈവജനത്തിന്റെ സ്വന്തം പിതാവ്, സൗഹൃദങ്ങളുടെ ഉപാസകൻ. ഇത് വൈദികനായിരിക്കുമ്പോഴും അതുപോലെ തന്നെ മേൽപ്പെട്ട ശുശ്രൂഷയിലുമൊക്കെ ഏറ്റവും മനോഹരമായിട്ട് പ്രകടമാക്കിക്കൊണ്ടിരിക്കും. കണ്ണൂർ രൂപതയെ ആദ്യത്തെ മേലധ്യക്ഷൻ എന്ന നിലയിൽ ഒന്നുമില്ലായ്മയിൽ നിന്ന് വലുതാക്കിയ നല്ല ഇടയനാണ്. ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾ ഏറെ അവിടെ വന്നു. തന്റെ 13 വർഷത്തെ മേൽപ്പെട്ട ശുശ്രൂഷയ്ക്കിടയ്ക്ക് കത്തീഡ്രല്, സെമിനാരി, അതുപോലെ തന്നെ ബിഷപ്സ് ഹൗസ്, സോഷ്യൽ സെന്റർ തുടങ്ങി ഒരു രൂപതയ്ക്ക് എങ്ങനെ സെൽഫ് സഫിഷ്യന്റ് ആകാൻ കഴിയുമോ അതിനുള്ള എല്ലാ കാര്യങ്ങളും മനോഹരമായിട്ട് നിർവഹിച്ചു. ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളോടൊപ്പം തന്നെ ആത്മാവിന്റെ അഭിഷേകത്താല് ദൈവജനത്തെ നയിച്ച നല്ല ഇടയൻ. നമ്മുടെ കോഴിക്കോട്ടിലെ വികാരി എറണാളച്ചൻ, പുത്തൻവീട്ടിലച്ചൻ ഈ ചങ്ങലയ്ക്ക് പിതാവിനെ വിശേഷിപ്പിക്കുന്നത് സ്നേഹത്തിന്റെ ആറ്റം ബോംബായിട്ടാണ്. എവിടെയൊക്കെ ഇടപെടുന്നു അവിടെയൊക്കെ സ്നേഹത്തിന്റെ ഒരു ബോംബ് വർഷിക്കാനുള്ളൊരു വലിയ ചൈതന്യം. അങ്ങനെ കണ്ണൂരിന്റെ മത, സാംസ്കാരിക, സാമൂഹ്യ തലങ്ങളിലും ജനഹൃദയങ്ങളിലും ഇടം തേടിയ ഒരു മെത്രാനാണ്. ഫിയാത്ത് വൊളുന്താസ് തുവാം, അങ്ങയുടെ ഹിതം നിറവേറണമെന്നുള്ള ആപ്തവാക്യം ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് എവിടെ ദൈവത്തിന്റെ ഹിതം നിറവേറ്റേണ്ടതായിട്ടുണ്ടോ അധികാരികളിലൂടെ തന്നെ അറിയിക്കുന്ന ഹിതം പൂർണ്ണമായിട്ട് നിറവേറ്റാനായിട്ട് മനസ്സ് കാണിക്കും. നല്ല ഇടയന്റെ സവിശേഷതയായിട്ട് നാം സുവിശേഷത്തെ കേട്ട് ഓരോരുത്തരെയും പേര് ചൊല്ലി വിളിക്കുന്ന പിതാവ്. ഇത് പിതാവിൻ്റെ ഒരു പ്രത്യേകതയാണ്. വ്യക്തിപരമായിട്ട് ഓരോരുത്തരെ അടുത്തറിയുക. ഞാൻ കേട്ടത് പിതാവിനെ കാണാനായിട്ട് വരുന്നവര്, അതിപ്പം മാളയിൽ എവിടെ വന്നാലും പിതാവിനെ കാണാൻ കുറെ പേര് വരും. അങ്ങനെ വരുന്നവരൊക്കെ അവരുടെ വേദനകളും ഒക്കെ ആയിട്ടാണ് വരുന്നത്. പക്ഷെ അവരൊക്കെ തിരിച്ചു പോകുന്നത് നിറപുഞ്ചിരിയോടുകൂടിയും അതുപോലെ തന്നെ കൈ നിറയെ സമ്മാനങ്ങളുമായിട്ടാണ്. അത്രയും വ്യക്തിപരമായിട്ട് ഓരോരുത്തരെയും സ്നേഹിക്കുകയും അവരെ അടുത്ത് ചേർത്ത് നിർത്തുകയും ചെയ്യാണ്. ഞാൻ ഈ 2 വർഷം മുമ്പ് അലക്സ് താരാമംഗലം പിതാവിന്റെ എപ്പിസ്കോപ്പൽ ഓർഡിനേഷന് മാനന്തവാടിക്ക് പോകുന്ന വഴിക്ക് ഞാൻ ഫോണിലൂടെ വിളിച്ചു. ഞാൻ പിതാവിനോട് പറഞ്ഞു, ഞാൻ അതിലൂടെ പോകുമ്പോൾ ബിഷപ്സ് ഹൗസിലൊന്ന് കയറി ഒന്ന് ഫ്രഷായിട്ട് പോകുന്നുണ്ട്. ഉച്ചനേരത്താണ്. അപ്പം ഞാൻ കരുതുന്നത് പിതാവ് കോഴിക്കോട് ബിഷപ്സ് ഹൗസിലുണ്ട് എന്നുള്ളത് എനിക്കാണ്. അപ്പൊ പിതാവിനോട് പറഞ്ഞു, ഉച്ചഭക്ഷണം കഴിച്ചിട്ട് അവിടെ വന്ന് ഉച്ചഭക്ഷണം കഴിച്ചിട്ട് പോകാം. ഞാനത് സമ്മതിച്ചു. പിന്നീടാണ് അറിയുന്നത് പിതാവ് ഇത് തായ്ലൻഡിലെ FABC കഴിഞ്ഞ് തിരിച്ചു വരും വഴിക്ക് സിംഗപ്പൂർ എയർപോർട്ടിലാണ്. അവിടെ നിന്നിട്ടാണ് എന്നോട് പറയുന്നത് ബിഷപ്സ് ഹൗസിൽ കയറി ഉച്ചഭക്ഷണം കഴിച്ച് സാവകാശം വിശ്രമിച്ചു പോയാൽ മതിയെന്ന്. അത്രയും വ്യക്തിപരമായിട്ട് അറിയാനും സ്നേഹിക്കാനും ഞാൻ അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ ജനാളച്ചനും കൂട്ടരും ഒക്കെ വലിയ സ്വീകരണമാണ് എനിക്ക് തരുന്നത്. പിതാവ് സിംഗപ്പൂർ എയർപോർട്ടില് ഫ്ലൈറ്റ് കാത്തു നിൽക്കുമ്പോൾ അവിടെ നിന്ന് ക്രമീകരിച്ച് അറേഞ്ച് ചെയ്യുകയാണ്. അത്രയും വ്യക്തിപരമായിട്ട് ഓരോരുത്തരെ അറിയുകയും സ്നേഹിക്കുകയും പരിഗണിക്കുകയും ചെയ്യുന്ന ഒരു വലിയ മനസ്സ്. ഒരിക്കൽ CBCIയുടെ സമ്മേളനം നടക്കുമ്പോൾ
അവിടെ അടുത്ത നേഴ്സിംഗ് സ്കൂളിലെ കുട്ടികൾ മനോഹരമായിട്ടൊരു ഡാൻസൊക്കെ നടത്തി. അപ്പൊ അത് കഴിഞ്ഞ് അതിലൊരു കുട്ടി ഓടി വന്ന് ചക്കാലിക്ക പിതാവിന്റെ അടുത്ത് ഡാൻസൊക്കെ കഴിഞ്ഞ് ചക്കാലിക്ക പിതാവിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞാൻ കണ്ണൂര് രൂപതക്കാരൻ്റെയാണ്. പിതാവിന് വലിയ സന്തോഷമായി. ഞാൻ നോക്കുമ്പോ പിതാവ് പോക്കറ്റിൽ നിന്ന് കുറച്ച് 500 നോട്ടൊക്കെ എടുത്ത് ആ കൊച്ചിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, മോള് നന്നായിട്ട് പഠിക്കണം, മിടുക്കിയായിട്ട് വരണം എന്ന് പറഞ്ഞ് സമ്മാനമൊക്കെ കൊടുക്കുന്നത് കാണുന്നു. അത്രയും താല്പര്യപൂർവം മറ്റുള്ളവരെ സ്നേഹിക്കുകയും പരിഗണിക്കുകയും അവരെ കരുതലോടുകൂടെ കാണുകയും ചെയ്യുന്ന വ്യക്തിത്വം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ്, ഹൃദയത്തില് നല്ല കനല്, കണ്ണുകളില് നല്ല കനിവ്, പാദങ്ങളിൽ നല്ല ചിറക്, നാവില് നല്ല സത്യം, ദൈവിക സത്യം പ്രഘോഷിക്കാനുള്ള ചൈതന്യം, കൈകള് നന്മ ചെയ്യാനുള്ള വിശാലത, ഇത് വളരെ പ്രകടമാണ്. ഞാന് ആലോചിക്കുകയായിരുന്നു, പിതാവിനെ എങ്ങനെയാണ് ഇത്രയേറെ വിശാലമായിട്ടുള്ള കാഴ്ചപ്പാടോടുകൂടെ ഓടി നടന്ന് മലബാറിന്റെ കോഴിക്കോടിന്റെ, ഞാൻ പിതാവിന്റെ ശതാബ്ദി രൂപതയുടെ ശതാബ്ദിയുടെ വേളയിൽ ഞാൻ അവിടെ പോയിരുന്നു. അപ്പൊ ആ പ്രദേശത്തുള്ള രൂപതകളിലെ മെത്രാന്മാരൊക്കെ വന്ന് പ്രസംഗിച്ചപ്പോ പറഞ്ഞൊരു കാര്യമുണ്ട്, പിതാവ് കോഴിക്കോടിന്റെ പിതാവ് മാത്രമല്ല, ആ പ്രദേശത്തുള്ള മലബാറിന്റെ മുഴുവനും പിതാവാണ്. ഞങ്ങളുടെയൊക്കെ മേൽപ്പെട്ട ശുശ്രൂഷ ചെയ്യുന്ന ഞങ്ങളുടെയൊക്കെ നേതാവായിട്ടാണ് അവര് ചക്കാലിക്ക പിതാവിനെ കാണുന്നത്. കോഴിക്കോട് രൂപതയുടെ ശതാബ്ദിയിലേക്ക് നയിച്ച ഇടയൻ എന്ന നിലയിൽ ധാരാളം സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചത്. 200 വീടുകളാണ് പാവപ്പെട്ട മനുഷ്യർക്ക് ആ ശതാബ്ദി വർഷത്തില് പണിതു കൊടുത്തത്. അപ്പൊ അങ്ങനെ ഏറെ വിശാലമായിട്ടുള്ളൊരു കാഴ്ചപ്പാടോടുകൂടെ ഇപ്പോ മേൽപ്പെട്ട ശുശ്രൂഷയുടെ രജതജൂബിലി ആഘോഷിക്കുമ്പോൾ ദൈവം നൽകിയ വേറൊരു അനുഗ്രഹമുണ്ട്. മാഹി തീർത്ഥകേന്ദ്രത്തെ ഒരു ബസ്ലിക്കയായിട്ട് ഉയർത്തപ്പെടാനായിട്ട് ദൈവം കനിഞ്ഞു. പിതാവ് തൊടുന്നു ഒക്കെ പൊന്നാക്കാനുള്ള ദൈവികമായിട്ടുള്ള ഒരു വരം ലഭിച്ചിട്ടുള്ള വ്യക്തിത്വം. പ്രിയമുള്ളവരെ, ഇന്ന് മേൽപ്പെട്ട ശുശ്രൂഷയുടെ രജത ജൂബിലി ആഘോഷിക്കുമ്പോൾ ദൈവാനുഗ്രഹത്തിന്റെ 25 വർഷങ്ങള് പിന്നിടുമ്പോൾ നമുക്കും പറഞ്ഞു തരുന്നൊരു സന്ദേശമുണ്ട്, നല്ല ഇടയന്റെ സന്ദേശം. ആ ഇടയന്റെ സന്ദേശം ഹൃദയത്തിൽ നല്ല കനല് വേണം. ആ കനല് പിതാവ് നേടിയെടുക്കുന്നത് മണിക്കൂറുകള് ദിവ്യകാരുണ്യത്തിന്റെ സവിധത്തില് ചെലവഴിക്കുന്നുണ്ട്. മണിക്കൂറുകള് ദിവ്യകാരുണ്യത്തിന്റെ സവിധത്തില് വ്യക്തിപരമായിട്ടുള്ള ബന്ധം നേടുന്നുകൊണ്ടാണ്. അതാണ് കണ്ണുകളില് ഈ കനിവ് വളരെയേറെ പ്രകടമാകാനായിട്ട് കഴിയുന്നത്. അത് തന്നെയാണ് തന്റെ ദൗത്യം നിർവഹിക്കാനായിട്ട് കാലുകളിലെ നല്ല ചിറക്. ഇത് തന്നെയാണ് ആരുടെ മുഖത്ത് നോക്കി സത്യം എന്താണ് എന്നുള്ളത് വ്യക്തമായിട്ട് പറയാനുള്ള ആത്മാർത്ഥത. ഇത് തന്നെയാണ് മറ്റുള്ളവരിലേക്ക് നീളുന്ന പരസ്നേഹത്തിന്റെ കൈകൾ. പ്രിയമുള്ളവരെ, ഈ നല്ല ഇടയ ചൈതന്യം നമുക്കും അഭിമന്യ പിതാവ് സ്വന്തമാക്കുവാനായിട്ട് തന്റെ ഈ രജത ജൂബിലിയുടെ നിമിഷങ്ങളിൽ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പിതാവിന് നമുക്ക് അഭിനന്ദനങ്ങളെ നേരാം. ഇനിയും ധാരാളം അനുഗ്രഹങ്ങള് ദൈവം വാരിക്കോരി നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ ജൂബിലിയുടെ എല്ലാ മംഗളങ്ങളും നേർന്നുകൊണ്ട് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.